ഹലോ, അസ്സലാമലൈക്കും. എന്തൊക്കെ എല്ലാവരും വർത്താനം? എല്ലാവർക്കും സുഖമല്ലേ? നമുക്കിവിടെ സുഖമാണ് കേട്ടോ. അൽഹംദുലില്ലാ, റാഹത്തായിട്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പം എല്ലാവരും നനച്ചുള്ളിപ്പണിയൊക്കെ കഴിഞ്ഞോ? അപ്പോൾ നനച്ചുള്ളിപ്പണി കഴിഞ്ഞാലും നമുക്ക് ഓരോരോ പണി ഉണ്ടാവില്ലേ? അപ്പോൾ കുറേ പണികളൊക്കെ നമ്മളത് കഴിഞ്ഞു കേട്ടോ. ഇങ്ങനെ തട്ടലും ഉണ്ടാക്കലും അങ്ങനത്തെ പണിയൊക്കെ കഴിഞ്ഞു. ഇനിയുള്ളത് നമ്മുടെ ഈ ഒരു അലമാര വൃത്തിയാക്കാണ്. ഇത് നനച്ചുള്ളിക്കായിട്ടല്ല വൃത്തിയാക്കണത്, അല്ലെങ്കിൽ എപ്പോഴും ഇതിൽ തന്നെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നാക്കും, ഇടയ്ക്കിടയ്ക്ക് കേടാവും ചെയ്യും. എന്താണെന്നറിയില്ല, സാഹചര്യം അനുസരിച്ച് ഞാൻ തന്നെ അടിയിൽ നിന്നൊക്കെ വെളിച്ചം കുത്തി തിരുകി അങ്ങോട്ട് കേടാക്കുകയും ചെയ്യും. ഇതെല്ലാവരും എങ്ങനെയെന്ന് എനിക്കറിയില്ല കേട്ടോ. നല്ല രീതിയിൽ മടക്കി വെച്ച് കാണാനൊക്കെ ഭയങ്കര ഇഷ്ടം കേട്ടോ. ഒരു 2-3 ആഴ്ചയൊക്കെ നല്ല രീതിക്ക് ഉണ്ടാവും കേട്ടോ. പിന്നെ അതിൻ്റെ താനെങ്ങനെ ഓരോന്ന് ഇങ്ങനെ അട്ടി വെച്ചതൊക്കെ ഇങ്ങനെ മാറൽ തുടങ്ങിയിട്ടുണ്ടാവും. എന്താണെന്നറിയില്ല, എത്ര മടക്കി വെച്ചാലും ഇങ്ങനത്തെ ഒരു ഇതാണ് ഉണ്ടാവുക. പിന്നെ അധികം കുറേ ഡ്രസ്സുകൾ ഉണ്ടായിട്ടാണ് ഇങ്ങനെ ആവണത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്താ വെച്ചാൽ, നമുക്ക് വേണ്ടാത്ത ഒരു സാധനങ്ങൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ ഫുള്ള് നമ്മൾ ഇന്ന് തന്നെ എടുത്തിട്ടാണ് ഒഴിവാക്കുക. നമ്മൾ കൈയെത്താ ദൂരത്ത് കിട്ടുന്നിടത്ത് അത് പിന്നെ വെക്കന്നെ വേണ്ട. വേറെ ഒരു കവർ എടുത്ത് വെച്ചോളൂ ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ വേണ്ടാത്തത് നമ്മൾ ഇടൂല, നമുക്ക് എന്നാലും കണ്ടാൽ തോന്നും അത് വേണം, നല്ലതാണ് തോന്നും. പക്ഷെ നമുക്ക് ആവശ്യമൊന്നും ഉണ്ടാവില്ല. എന്നാലും നമുക്ക് അതിലാണ് കുത്തിത്തിരികെ വെക്കേണ്ടി വരും, എന്നാലൊരു സമാധാനം കിട്ടുള്ളൂ. എൻ്റെ കാര്യമൊക്കെ അങ്ങനെ. ഇപ്പം ഞാൻ ഇതിന്ന് മടക്കി വെക്കാൻ വേണ്ടിയാണ്ട് എടുത്തപ്പം എത്രങ്ങാനുമാണ് ഞാൻ ഒഴിവാക്കി വെച്ചത്. വലിയൊരു കവർ നിറച്ച് ഒഴിവാക്കി വെച്ചതാണ്. അത് ഞാൻ എന്താ കാട്ടുന്നത് വെച്ചാൽ, ഇവിടെ ഇനി വെക്കണേ ഇല്ല. എനിക്കൊരു സ്വഭാവമുണ്ട് റാക്കിൻ്റെ മുകളിൽ വെക്കുക. എന്നിട്ട് പിന്നെ അത് ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ നോക്കുമ്പോൾ കാണുമ്പോൾ ഇതൊക്കെ നല്ലതാണല്ലോ, ഇത് ഇടാലോ ചോദിച്ചു. എന്നിട്ട് ഇടണില്ലേനും കുറച്ചൊക്കെ കീറിയതും പയങ്ങിയതൊക്കെ ഒഴിവാക്കുക. അപ്പോൾ അതല്ലാതെ നമുക്ക് ഇടാൻ പറ്റിയത് തന്നെ ഉണ്ടാവും, അത്യാവശ്യത്തിന് നമുക്ക് ഇടാൻ പറ്റിയത് തന്നെ ഉണ്ടാവും. അതൊക്കെ ഇട്ട് കേടാക്കുക. പിന്നെ നമുക്ക് വേണ്ട ഇഷ്ടം നല്ല ഡ്രസ്സാണ്, എന്നാലും നമുക്ക് ഇട്ടിട്ടൊരു കംഫേർട്ടില്ല അങ്ങനെയൊക്കെ തോന്നുന്ന കുറേ ഡ്രസ്സുകൾ ഉണ്ടെങ്കിൽ നമ്മൾ അത് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക കേട്ടോ. അതാക്കും നല്ലത്. പിന്നെ നമ്മുടെ ചെറിയ കുട്ടികളുടെ ഡ്രസ്സ് കുറച്ചൊക്കെ ഇട്ട് പിന്നെ അധികം ആവണേൻ്റെ കുട്ടികൾ പറഞ്ഞാൽ പെട്ടെന്ന് വലുതാവുമല്ലോ. വലുതാവുമ്പോൾ തന്നെ ആ ഡ്രസ്സിൻ്റെ അളവ് ഇങ്ങനെ മാറിപ്പോകുമല്ലോ. കുട്ടികൾ വലുതാനുസരിച്ച് ഡ്രസ്സ് വലുതാവില്ലല്ലോ. അപ്പോൾ അവർക്ക് വലിപ്പം കുറഞ്ഞതും വീതി ഇങ്ങനെ ടൈറ്റായതും അങ്ങനത്തെ ഒക്കെ ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ ഡ്രസ്സുകളൊക്കെ വേഗം തന്നെ എടുത്ത് മാറ്റി വെക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ തന്നെ കുറേ നമ്മുടെ അലമാരയിൽ നല്ലപോലെ സ്ഥലം കിട്ടും നമുക്ക്. ഇപ്പം ഞാൻ ഒരുപാട് ഡ്രസ്സ് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ ഇതിൻ്റെ മുന്നേ തന്നെ ഞാൻ കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഞാൻ അങ്ങനെ കൊടുത്തു ചെയ്യലുണ്ട് കേട്ടോ. കുറേ കൊടുത്തന്നെ. ഇപ്പോൾ കുറേ ഒഴിവാക്കുകയും ചെയ്തു കേട്ടോ ഇതൊന്ന്. പിന്നെ കുറേ സിബ് പോകുന്നത് അതൊക്കെ ഇടാറിഞ്ഞിട്ട് ഇങ്ങനെ വെക്കുമ്പോൾ ഇവിടെ സിബ് പോകുന്നതല്ല തന്നെ ഇടാനുണ്ടാവും. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ ഇപ്പോൾ സിബ് പോകുന്നതൊക്കെ പിന്നത്തെ ഇടാൻ സമയമുണ്ടോ? അതൊക്കൊന്നും സമയമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വേണ്ടാത്ത ഒരു സാധനം അതിൽ വെക്കണ്ട. ഞാനിപ്പോൾ ഇന്നെടുത്തൊരു തീരുമാനമാണത്. എന്നും ഇതുപോലെ കുറേ തീരുമാനം എടുക്കലുണ്ട് കേട്ടോ. പക്ഷെ പിന്നെ അതെന്താ, നിന്റെ കണ്ണ് മുന്നിൽ തന്നെ വെക്കുമ്പോൾ പിന്നെ അത് തന്നെ പോയി എടുക്കും. ഞാൻ എന്താ വെച്ചാൽ കുറച്ച് കിട്ടാത്തോടത്ത് കൊണ്ടുപോയി വെക്കണം എന്നാണ് കേട്ടോ കരുതിയിരിക്കണത്. പിന്നെ നമ്മൾ ജോർജറ്റിൻ്റെ ഷാള് കരിമ്പന കുത്തിയത് അതൊക്കെ തലഭാഗമൊക്കെ അങ്ങനെ നല്ല മോശമായിട്ടുണ്ടാവും. മോശമായാലും അവിടെ തന്നെ വെക്കും, ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ പറ്റുന്ന മോശമായതൊക്കെ നമ്മൾ എടുത്ത് ഒഴിവാക്കുക കേട്ടോ. അതായിരിക്കും നല്ലത്. അല്ലാതെ തന്നെ നമുക്ക് ഇടാനുണ്ടാവും. ഞാൻ കുറേ ഇൻ്റെത് എടുത്ത് ഒഴിവാക്കും, കുറേ ഞാൻ ആ എടുത്ത് ഒഴിവാക്കി ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരും. ഞാൻ കൊണ്ടുവരില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് കേട്ടോ. ഇപ്പം ഞാൻ എടുത്ത് ഒഴിവാക്കി മടക്കി വെച്ചപ്പോൾ എൻ്റെ റബ്ബേ പറയുന്നില്ല, എത്രങ്ങാനും ഒരു സ്ഥലമാണെന്നോ. പറഞ്ഞിട്ട് കാര്യമില്ല, കുറേ സാധനം ഇന്ന് എടുത്ത് വെച്ചിക്കണേ. അപ്പം പിന്നെ കുറേ സ്ഥലം കിട്ടുകയും ചെയ്തു. അല്ലെങ്കിലും 2-3 കുട്ടികളും നമ്മൾ ഡ്രസ്സും നമ്മൾ ഹസ്ബൻഡിൻ്റെതും അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് ഒരു അലമാര ഒന്നും തികയൂല. പിന്നെ കുട്ടികൾ നമുക്ക് പുതിയത് വേറെ വെക്കേണ്ടി വരും, പഴയത് വേറെ വെക്കേണ്ടി വരും. എനിക്ക് പറഞ്ഞാൽ പുതിയതും പഴയതും കുട്ടികളതും ഒക്കെ പാടെ വെക്കാൻ ഈ ഒരു അലമാര തന്നെ ഉള്ളു. അതുകൊണ്ട് തന്നെ പിന്നെ ഞാൻ വേറെ കുറേ ബോക്സിലും പെട്ടിയിലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഓരോ വിധം അങ്ങനെ ആക്കി വെക്കലല്ലേ. അപ്പം നമ്മൾ എപ്പോഴും യൂസ് ആക്കുന്നത് ഈ അലമാരയിൽ വലിച്ച് തുറക്കാൻ ഇതല്ലേ നല്ലത് വിചാരിച്ചിട്ടാണ്. അല്ലാത്തതൊക്കെ വേറെയും വെച്ചിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യമുള്ളത് മാത്രമാണ് ഇപ്പം ഇതിൽ കൊള്ളിച്ചിട്ടുള്ളത് കേട്ടോ. ബാക്കിയൊക്കെ മാറ്റി വെച്ചും ചെയ്തേക്കണേ. പിന്നെ എന്താ വെച്ചാൽ അടുക്കും ചിട്ടോടുകൂടെ എന്നും കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. ഇന്നെപ്പോലെ ആവാതിരിക്കാൻ നോക്കുക. ഇൻ്റെത് ഞാൻ തന്നെ കേടാക്കുകയും ചെയ്തു, ഞാൻ തന്നെ നന്നാക്കുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ട് കാര്യമില്ല, നമുക്ക് എക്സ്ട്രാ ഒരു പണിയും കൂടിയും കിട്ടുകയെന്നല്ലാതെ നമുക്കൊരു കാര്യം അതുകൊണ്ട് ലാഭം ഉണ്ടാവണില്ലല്ലോ. നമ്മൾ എടുക്കണം അതേപോലെ തന്നെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
മടക്കി വെക്കണതിനുണ്ട് ഓരോ വൃത്തി കേട്ടോ. മടക്കി നല്ല പോലെ മടക്കി ഫോൾഡ് ചെയ്ത് വെക്കട്ടോ. പിന്നെ നമ്മൾ അലമാരിയിൽ വെക്കണ സമയത്ത് നമ്മൾ ഫോൾഡ് ചെയ്ത് ആ ഒരു രണ്ട് ഭാഗവും കാണാത്തൊരു ഭാഗം ഉണ്ടല്ലോ, ആ മടക്കി ഇങ്ങനെ വന്ന ഭാഗം, ആ ഭാഗം നമ്മൾ ഇങ്ങനെ ആക്കി വെക്കാൻ നോക്കട്ടോ. അപ്പം നല്ലൊരു വൃത്തിക്ക് നമുക്ക് കിട്ടും കേട്ടോ. അത് നല്ലൊരു രസമായിരിക്കും കാണാൻ. മറ്റേ രണ്ട് ഭാഗം ഇങ്ങനെ അറ്റഭാഗം കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര ഒരു വൃത്തി കിട്ടില്ല. അതിൻ്റെ തലഭാഗം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പം അത്രയ്ക്കൊരു വൃത്തി നമുക്ക് തോന്നൂല കേട്ടോ. പിന്നെ ഇതിലെന്ന് പറഞ്ഞാൽ ഓരോ ഷെൽഫിന് ഓരോരുത്തരുതല്ലേ. അപ്പോൾ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു ഷെൽഫുകളല്ലേ, അത്രത്തോളം നമുക്ക് മടക്കി വെക്കാൻ കഴിയും. ഞാൻ ഓരോ രീതിക്ക് റോൾ ചെയ്തിട്ടൊക്കെ ചിലപ്പോൾ മടക്കി വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നും ഒന്നും കൂടെ കംഫർട്ട് അതാണ്. പിന്നെ എനിക്ക് തോന്നും ഇത് തന്നെയാണ് നല്ലത്. അപ്പം ഞാൻ പല രീതിക്കും ആക്കി നോക്കലുണ്ട്. നമുക്ക് ഏതാ കംഫർട്ട് എന്ന് തോന്നുന്നത് അതുപോലെ ആക്കി വെക്കായിരിക്കും നല്ലത്. എനിക്കൊരു ഇഷ്ടമല്ലാത്തൊരു ജോലി ഡ്രസ്സ് മടക്കി വെക്കുക, അതുപോലെ ഇങ്ങനെ കാണുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ മടക്കി ഇതിങ്ങനെ സെറ്റായി വരാൻ കുറച്ച് ബുദ്ധിമുട്ടാന്ന് തന്നെ ഉള്ളൂ. ഞാനിപ്പം ഓരോ ഭാഗത്തൊക്കെ വെക്കുന്നുണ്ട്. പിന്നെ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഇതൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിടും കേട്ടോ. അതാണ് ഇപ്പം എൻ്റെ ഒരേ ഒരു പ്രശ്നമുള്ളത്. എങ്ങോട്ടെങ്കിലൊക്കെ പോകാനുള്ള തിരക്ക് പിടിച്ച സമയത്ത് തിരഞ്ഞാൽ ചിലപ്പം കാണൂല. അപ്പം നമുക്ക് അത്യാവശ്യമുള്ളത് ഈ കാണുന്ന സ്ഥലത്ത് തന്നെ വെക്കട്ടോ, അതായിരിക്കും നല്ലത്. അങ്ങനെ കാണാത്തപ്പോഴാണ് എൻ്റെത് ഒന്നായിട്ട് ഇങ്ങോട്ട് അട്ടി മറിയൽ കേട്ടോ അധികം. പിന്നെ നമ്മുടെ ഹസ്ബൻഡൊക്കെ എങ്ങനെയാ വെച്ചാൽ ഓലൊക്കെ അടിയിൽ നിന്ന് എടുത്ത് വലിക്കലാണ് കേട്ടോ. എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല, ഇവിടേക്ക് അങ്ങനെയാണ് ചെയ്യൽ. അടിയിൽ നിന്ന് എടുത്ത് വലിക്കും, മുകളിലത്തൊക്കെ പടയുണ്ട് അട്ടിമറിയും ചെയ്യും. ഓരോ ഷെൽഫ് ഇടയ്ക്കിടയ്ക്ക് നന്നാക്കണം കേട്ടോ. നമ്മളതിൻ്റെ പോലെ ഒന്നും നിൽക്കില്ല. പറഞ്ഞിട്ട് കാര്യമില്ല, എന്താ ചെയ്യുന്നത്, എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. നമ്മളെ എങ്ങനെയാണ് പിന്നെ ഇപ്പോൾ അവരെ കാര്യം പറയണ്ടല്ലോ. പിന്നെ കുട്ടികളുടെയായാലും അങ്ങനെ തന്നെ കേട്ടോ. ഞാൻ പിന്നെ കുട്ടികളൊക്കെ വലിച്ചിടാനും കുട്ടികളതൊക്കെ ഒരു കൊട്ടയിലാക്കി വെക്കലാണ്. എന്നാൽ പിന്നെ അത് ഇങ്ങനെ മടക്കലൊന്നുമില്ല, അതൊക്കെയാണ് വെക്കും. അതിന് അങ്ങനെ ഓരോന്നും എടുക്കും. ഏത് നേരം അത് വലിച്ചെടുക്കാതല്ലേ കരിമ്പണി. അലമാരൊക്കെ നല്ല വൃത്തിക്ക് വെക്കണേ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം കുട്ടികളതും നമ്മളതും വേണ്ടതും വേണ്ടാത്തതും ആയിട്ട് ഒക്കെ അതിൽ കുത്തിത്തെറിച്ച് വെക്കണ്ട. അത്യാവശ്യം ഇടുന്ന മാത്രം വെക്കുക. അത്യാവശ്യം നല്ല മുഷിഞ്ഞു പോകാത്ത നല്ലൊരു പെർഫെക്റ്റായി നമുക്ക് ഇട്ടാൽ കംഫർട്ട് തോന്നുന്ന ഡ്രസ്സുകൾ മാത്രം വെക്കുക. പിന്നെ കുട്ടികളെ വലിപ്പം കുറഞ്ഞത്, സിബ് പോയത്, കീറിയത്, ഇനി അടിക്കണം, അടിച്ചാലും ഇടാം അങ്ങനെയൊക്കെ വിചാരിച്ച് വെക്കുക. അങ്ങനത്തെ ഒന്നും വെക്കണ്ട. അതെല്ലാത്തതിനെ നമുക്ക് ഇടാനും അതിലുണ്ടാവും. അപ്പം അതൊക്കെ നമ്മൾ മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ ആവശ്യമില്ലാത്തതൊക്കെ ഒന്ന് എടുത്ത് വെച്ചിട്ട് അത് വേണ്ട നമ്മുടെ കുടുംബത്തിലോ കസിൻസിനോ അയൽവാസിക്കോ ആർക്കെങ്കിലും വേണമെങ്കിൽ അത് കൊടുക്കട്ടെ. ഞാൻ അങ്ങനെ ചെയ്യില്ല. ഞാൻ ഒരുപാട് മക്കളുടെ ഡ്രസ്സ് ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അത്രയും ഡ്രസ്സാണ് കുട്ടികളിട്ട് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ അത്രയും വില കൊടുത്ത് വാങ്ങിയിട്ട് വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ. നമ്മളതൊക്കെ എന്ന് പറഞ്ഞാൽ കോട്ടൺ മാക്സികൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് വേറെ എന്തെങ്കിലും തുടക്കാനും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എടുക്കാം. ഇത് മക്കൾക്കൊന്നാകുമ്പോൾ അങ്ങനത്തെ ഒന്നും പറ്റൂലല്ലോ. അങ്ങനെ ചെയ്യട്ടോ. അപ്പം ഇത്രയൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഷെൽഫിൽ നമ്മൾ ശ്രദ്ധിച്ചാൽ നല്ല അടുക്കും ചിട്ടയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും നല്ല രീതിക്ക് തന്നെ നല്ല രീതിയിൽ മടക്കി അടുക്കും ചിട്ടയാക്കി വെക്കുക. പിന്നെ നമുക്ക് അത്യാവശ്യമുള്ള ഡ്രസ്സ് മാത്രം വെക്കുക. അല്ലാത്തതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് കിട്ടാത്ത ദൂരത്ത് തന്നെ വെക്കണം കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ വീണ്ടും അതെടുത്തതിക്ക് തന്നെ കൊണ്ടുവന്നിടും. നമ്മളെ സ്വഭാവമാണിത്, പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ആക്കി വെക്കാം. അപ്പം ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊക്കെ നനച്ചുള്ളി വീഡിയോയിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. നനച്ചുള്ളി അല്ലാത്തപ്പോഴും ആകുമ്പോഴൊക്കെ നമുക്കുള്ളത് തന്നെ. പക്ഷെ നനച്ചുള്ളി ആകുമ്പോൾ നമുക്ക് കുറേ വേണ്ടാത്തവർക്ക് നമ്മൾ എടുത്ത് ഒഴിവാക്കുക. ഒരു കൊല്ലൊക്കെ വരുമ്പോൾ നമ്മളത് ഒഴിവാക്കണമല്ലോ. ഗോഡൗൺ ഒന്ന് മുട്ടി തിരിച്ച് നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ ഈ ഗോഡൗൺ വേണ്ടാത്തതൊക്കെ നമ്മൾ വിറ്റ് വയ്ക്കുമല്ലോ. കൊല്ലം അവസാനം ക്ലിയറൻസ് ആണ്. അതുപോലെ ഈ ക്ലിയറൻസ് സെയിൽ നമ്മൾ നടത്തണം കേട്ടോ. അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പം ഇനി ഞാനിതൊക്കെ ഒന്ന് മടക്കി റെഡിയാക്കി വെച്ചിട്ട് നിങ്ങൾക്ക് ഫൈനലൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്കും കമൻറ്റും ഷെയറൊക്കെ ചെയ്തേക്കുക. പിന്നെ ഇതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളെങ്ങനെയാണെന്നും കൂടി കമൻറ്റും കൂടെ ഒന്ന് പറയണം കേട്ടോ. ഇയാളുടെ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് നമ്മുടെ ഫൈനൽ ലുക്കും കൂടെ ഒന്ന് കാണാം. അപ്പോൾ മാഷാഅല്ലാഹ് അടിപൊളിയായിട്ട് ഇതേപോലെ കേട്ടോ ഇങ്ങനെ മടക്കി വെക്കാം. അപ്പം നമുക്ക് കാണുമ്പോൾ ഈ ഒരു ഭാഗം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം കേട്ടോ. എടുത്ത പണിയിൽ ഒരു പെർഫെക്ഷൻ വരുമ്പോൾ ആർക്കായാലും ഒരു സന്തോഷം ഉണ്ടാവില്ല. പഴയ ലുക്കൊന്ന് നോക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ ഷോള് ഞാനിങ്ങനെ ഒരു ബാസ്ക്കറ്റിൽ നമ്മൾ ഇങ്ങനെ അത്യാവശ്യം പുറത്തൊക്കെ പോകുമ്പോൾ ഇടുന്ന ഷോളുകൾ ഇങ്ങനെ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ടാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. ബാക്കിയൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് ഇടുന്നൊക്കെ ഷോള് ഞാൻ അങ്ങനെ അട്ടിയാക്കി മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോക്കി അടിപൊളിയായില്ലേ നമ്മുടെ ഇന്നത്തെ ഒരു ഷെൽഫൊക്കെ റെഡിയാക്കി ക്ലീനാക്കി വെച്ചിട്ടുള്ള ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അതുവരേക്കും അസ്സലാമു അലൈക്കും.